ഞാൻ ജാനകിയമ്മയെ വീട്ടിൽ നോക്കി. ഞാൻ അമ്പലത്തിൽ പോയിരിക്കായിരുന്നു. ഇന്ന് അവളുടെ പിറന്നാളാണ്. സാഗർ പോയിരുന്നു. അവളെ കണ്ടോ? ഇല്ല, ഞാനിന്ന് പോകുന്നുണ്ട്. പ്രസാദം കൊടുത്തേക്കാം. ജ്യോതിയോട് വല്ലതും പറയണോ? അമ്മയ്ക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വരെ വന്നിട്ട് സാഗറിന് അമ്പലത്തിൽ കയറിയും തൊഴുതുകൂടെ? അതിലും ശക്തിയുള്ള ദേവി എന്റെ കൂടെ ഉള്ളപ്പം ഞാൻ അതിന്റെ അമ്പലത്തിൽ കയറണ. ഇതാ തൊട്ടുക. പിറന്നാളാണെന്ന് ജ്യോതിയുടെ അമ്മ പറഞ്ഞപ്പോഴേ അറിഞ്ഞത്. അമ്മയ്ക്ക് സുഖാണെന്ന് പറയാൻ പറഞ്ഞു. അതെ, ഞാൻ ഈ കരച്ചില് കാണാനല്ല വന്നത്. ഇങ്ങോട്ട് നോക്കി. ഈ കണ്ണീരിങ്ങനെ ചുമ്മാ കളയാനുള്ളതല്ല, വളരെ വില കൂടിയതാ. ജ്യോതി ചെറുപ്പമല്ലേ, ഇനിയും ജീവിതത്തിൽ ഇത് ഉപയോഗിക്കേണ്ട അവസരങ്ങൾ ഒരുപാട് വരും. ഞാൻ പോട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് തവണ ഇത് കേട്ടിട്ടുള്ളതല്ലേ. സാഗർ അപകടം പിടിച്ച ഈ തൊഴിൽ നിർത്തണം, അല്ലേ? സാഗർ എന്നെ മറക്കണം. ഞാനൊരു കുറ്റവാളിയാണ്, ജയിൽ പുള്ളിയാണ്. സാഗർ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. ഇതല്ലേ പറയാനുള്ളത്? എടി പെണ്ണേ, അന്നും ഇന്നും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ നിന്നെ ജയിൽ പുള്ളി എന്ന് പറഞ്ഞാലും ഞാൻ ഈ കഴുത്തിലെ താലി കെട്ടു. അതുകൊണ്ടുണ്ടാവുന്ന കുറവ് ഞാൻ സഹിച്ചോളാം. വേറൊരു പെൺകുട്ടിയെ ഈ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല. ജ്യോതി, എന്തായത്? കരച്ചിൽ നിർത്താൻ. എന്നെ വല്ലതും അറിയിക്കാനുണ്ടെങ്കിൽ ഒരു കത്തെഴുതി അസിസ്റ്റന്റ് വാർഡൻ ജനാർദ്ദനെ അറിയിപ്പിച്ചാൽ മതി. ഞാൻ പോട്ടെ. ഹലോ, ഇവിടെ എന്താ വിശേഷം? ശവം പൊക്കിയെടുക്കുക. ചത്തയാളുടെ ചത്ത നമ്മുടെ എനിക്കറിയില്ല. അപ്പൊ പിന്നെ ബാലേഷ വന്നേ. നേനോ സ്ഥാനോ ഞാനും വരുന്നു. ഫോട്ടോ എടുക്കണ്ട. എന്താ? വേണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മാറി, ഒന്ന് മാറിക്കേ. എനിക്ക് വളരെ മനസ്സിലായി. എക്സ്ക്യൂസ് മീ. അശ്വതി? അതെ. ഹലോ. ജീവൻ ഇവിടെയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വന്നിട്ട് 3-4 ദിവസമേ ഉള്ളൂ. അശ്വതി? ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് 2 ആഴ്ചയായി. ബാലേഷ വാ. ഇതിന്റെ ഫോട്ടോഗ്രാഫർ, കുറച്ച് സ്നാപ്സ് എടുക്കണം. ഓക്കെ, കാര്യം. താങ്ക് യു. അയ്യോ ബാല ഇവിടെ അല്ല, അവിടെ. അയ്യോ, സോറി.
Who is the deceased? നോ ഐഡിയ, ആരാന്നറിയില്ല. വള്ളക്കാരോ അറിയിച്ചതാ വഞ്ചു മുങ്ങി കിടക്കുന്ന കാര്യം. കുറച്ചു ദിവസം ആയതുപോലെ മദറാണോ? ഐ തിങ്ക് സോ. റെഡി സാർ, പോകാം. യെസ്, യു പ്രൊസീഡ്. ശരി, പിന്നെ കാണാം. ഓക്കെ. ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ അച്ഛൻ തന്നെ അവർക്കെതിരായി ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? അന്ന് ഇതൊക്കെ പറയുമ്പോ നുണയായിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പൊ അതല്ലല്ലോ കാര്യം. ഇന്നിപ്പോ പ്രതിപക്ഷമാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നാളെ ഭരണകക്ഷി മുറുമുറു തുടങ്ങിയാൽ ഇപ്പൊ തന്നെ അവർ പലതും അറിയാം. തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. ഒരു പരിധി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല. അച്ഛനത് പറയുമെന്ന് എനിക്കറിയാം. എല്ലാം തുറന്ന് സമ്മതിച്ചേക്ക്. എന്നിട്ട് പീലാത്തോസിനെ പോലെ കൈ ഒഴിക്കോ. ഞാൻ അകത്ത് കിടന്ന് കമ്പി എണ്ണിക്കോളാം. പോരെ? ശേരൻകുട്ടി, എന്താ നട്ടല്ലില്ലെങ്കിൽ ഈ വേഷം ധരിക്കരുതായിരുന്നു. പള്ളിക്കൂടം വാദ്യാരായിട്ട് കഴിഞ്ഞാ പോരായിരുന്നോ? ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാ ഈ നിലയിലെത്തിയത്. MLA മാരെ ചാക്കിലാക്കാനും ഇറക്കാനും കാശ് എവിടെ നിന്നുണ്ടായെന്ന വിചാരം? അന്നേ അറിയാൻ പാടില്ലായിരുന്നോ? ഏലപ്പാറ LP സ്കൂളിലെ വെറും വാദ്യാര് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാവണമെങ്കിൽ പലതും സഹിക്കേണ്ടി വരുമെന്ന്. എന്തുണ്ടായിരുന്നു അവകാശപ്പെടാൻ പാരമ്പര്യമായിട്ട്? 1.5 സെന്റ് ഭൂമിയും ഒരു ഓലപ്പുരയും മുഷിഞ്ഞു നാറിയ ഒരു കതർ ഷർട്ടുമല്ലാതെ. ഇത് മുഴുവൻ കാശ് കൊണ്ടുണ്ടാക്കിയതാ, വെറും കാശ് കൊണ്ട് മാത്രം. അന്നൊക്കെ ശേഖരൻകുട്ടി ആവശ്യം പോലെ ഉപയോഗിച്ചില്ലേ? ഇന്നെന്താ മകനെ വേണ്ടാതായത്? അങ്ങനെ പറഞ്ഞ് നീ എന്നെ ഇരുത്തിയൊന്നും വേണ്ട. അധികാരത്തിന്റെ സ്വാധീനം നിനക്ക് ആവശ്യമായിരുന്നു. ആയിരുന്നു. എന്താ സംശയം? പിന്നെ മോക്ഷം കിട്ടാനാ ഇഞ്ചിക്കാട്ട് രാമകൃഷ്ണപിള്ളയെ മുഖ്യമന്ത്രിയാക്കാൻ ശേഖരൻകുട്ടി പാടുപെട്ടത്? ശേഖരൻകുട്ടി, സാർ, സാറിന്റെ പ്രശ്നം എന്താ? നാളെ അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന്റെ വായ അടയ്ക്കണം. പോരെ? അവരുന്നയിച്ച ആരോപണങ്ങളെ നേരിടാൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ആയുധം സാറിന് വേണം. അത്രയല്ലേ ആവശ്യമുള്ളൂ? അതുണ്ടാവും. ഞാൻ ഉറപ്പുവരുന്നു. പ്രതിപക്ഷത്തിന്റെ ലേബർ യൂണിയന്റെ യൂണിഫോമിന്റെ നിറവെന്താ? ബ്ലാക്ക്. റോസ്. അത് കുറെ സംഘടിപ്പിക്കണം. കൂലിക്കായാലും തെറ്റില്ല. നമ്മുടെ ആളുകൾക്ക് ആ യൂണിഫോം കൊടുക്കണം. എന്നിട്ട് ഇന്ന് രാത്രി ഭരണകക്ഷിയുടെ മെയിൻ റോഡിലുള്ള ഓഫീസ് തല്ലി തകർക്കണം. ഭരണകക്ഷിയിൽപ്പെട്ട ആരുടെ? സംശയിക്കേണ്ട, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഓഫീസ് തന്നെ. ആസിഡ് ബൾബോ സോഡാ കുപ്പിയോ കുന്തമോ കുറുവടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. ഓഫീസിനകത്ത് പാർട്ടിയുടെ പ്രവർത്തകർ കിടന്നുറങ്ങുന്നുണ്ടാവും. അവരെ വെറുതെ വിടണ്ട. ചെറുതായിട്ടൊന്ന് പെരുമാറിക്കൊള്ളൂ. പക്ഷെ സീരിയസ് ആകരുത്. ലോറൻസ്, നീ ഓർഗനൈസ് ചെയ്താൽ മതി, നേരിട്ട് ഇടപെടണ്ട. സാഗർ സമ്മതിച്ചു വന്നിരിക്കുന്നു. ഡീസന്റ് ഐഡിയ. എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ. എന്നാ തോന്നിയിട്ടുള്ളത്? കറക്റ്റ്. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബാലചന്ദ്രൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നുകൊണ്ടിരുന്ന കേരള നിയമസഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുവാൻ സാധിച്ചില്ല. ഇന്നലെ രാത്രി ഭരണകക്ഷിയിൽപ്പെട്ട കേരളദേശം പാർട്ടിയുടെ സിറ്റി ഓഫീസ് തല്ലിത്തകർത്ത പ്രതിപക്ഷത്തിന്റെ ക്രൂരമായ ചെയ്തികളെ പല പാർട്ടി MLA മാരും നിശിതമായി വിമർശിച്ചു. തുടർന്നുണ്ടായ ബഹളത്തിൽ സമ്മേളനം തുടരാനാവാതെ സഭ നിർത്തിവെക്കുകയാണുണ്ടായത്. പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളെ ധീരമായി നേരിടാൻ തയ്യാറായി തന്നെ
ഇന്ന് നിയമസഭയിലെത്തിയ മുഖ്യമന്ത്രിയെ ആര് എംഎൽഎമാരെ പ്രശംസിക്കുകയുണ്ടായി. രാഷ്ട്രീയം അറബിക്കടലിൽ പിള്ളേച്ച ജയ് ജയ് കേരള ദേശം ഇഞ്ചിക്കാട നേതാവേ ധീരതയോടെ നയിച്ചോളൂ ജയ് ജയ് ഇഞ്ചിക്കാടൻ കള്ളാകുള്ള പിള്ളേച്ച കൊള്ളത്തരമോ രാഷ്ട്രീയം അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ മുഷ്ടി ചുരുത്തി എതിർത്തവർ ഞങ്ങൾ തോറ്റിട്ടില്ല തോൽക്കുകയില്ല കേരള ദേശം സിന്ദാബാദ് ഇഞ്ചിക്കാടൻ സിന്ദാബാദ് ജയ് ജയ് കേരള ദേശം ജയ് ജയ് ഇഞ്ചിക്കാട നേതാവേ ധീരതയോടെ നയിച്ചോളൂ കള്ളാകുള്ള പിള്ളേച്ച കൊള്ളത്തരമോ രാഷ്ട്രീയം അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ മുഷ്ടി ചുരുത്തി എതിർത്തവർ ഞങ്ങൾ തോറ്റിട്ടില്ല തോൽക്കുകയില്ല കേരള ദേശം സിന്ദാബാദ്. കേട്ടില്ലേ? അസംബ്ലിയിൽ ഞാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇഞ്ചക്കാരൻ എന്തെങ്കിലും വേല കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അയാൾ തുറുപ്പുരം തന്നെ ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതല്ലാതെ വേറെ എന്തായിരുന്നാലും ശരി അയാൾ ഇന്ന് വിവരം പറഞ്ഞേനെ. അതിന് തയ്യാറായാണ് ഞാൻ പോയത്. പക്ഷേ പാർട്ടി ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോ സംഗതി വഷളായില്ലേ? അതിന് ഇക്കാര്യത്തിൽ പിള്ളച്ചേട്ടൻ നിരപരാധിയല്ലേ? അതെനിക്കും തനിക്കും അറിയാം. പക്ഷേ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയമെടുക്കില്ലേ? ഞാനീ പറഞ്ഞതൊക്കെ സ്ട്രിക്ട്ലി അൺഒഫീഷ്യൽ, ഓഫ് ദി റെക്കോർഡ്സ്. ഞങ്ങളുടെ അനുമാനങ്ങളാണ്, ശരിയാകണമെന്നില്ല. പിന്നെ നിങ്ങളിത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിസ്കിലായിരിക്കണം. അറിയാതെ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ മെൻഷൻ ചെയ്യരുത്. അത് പറയണോ? എന്ത് വന്നാലും അതിന്റെ റിസ്ക് എന്റെ മാഗസിൻ കവർ ചെയ്യും. അണ്ടർവേൾഡ് കിങ് സാഗർ ഇലിയാസ് ചാക്കി helps the chief minister to overcome the political crisis. എന്തു പറ്റി അശ്വതി? ഹേയ്, ഞാൻ എഴുതാൻ പോകുന്ന ആർട്ടിക്കലിന്റെ ക്യാപ്ഷൻ ഒന്ന് ആലോചിച്ചതാ. അധോലോക രാജാവിന്റെ രാഷ്ട്രീയ കുതിരക്കച്ചവടം. സാഗർ അഥവാ ജാക്കി മുഖ്യമന്ത്രിയുടെ രക്ഷയ്ക്ക്. ആ അപ്പോഴേ സാറേ, എനിക്ക് ജാക്കി ഒന്ന് പരിചയപ്പെടണം. അതിനെന്താ മാർഗം? അശ്വതി പരിചയപ്പെടാൻ മാത്രം അയാൾ അത്ര വലിയ ആളാണോ? ആഫ്റ്റർ ഓൾ ഈസ് എ തേർഡ് റേറ്റ് ക്രിമിനൽ. നിങ്ങൾക്കതായിരിക്കും, ബട്ട് ജേർണലിസ്റ്റ് ഈസ് എ ഹോട്ട് സബ്ജക്ട്. ഹോട്ട് സബ്ജക്ട്. ഈ റാസ്കൽസിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് എഴുതുന്ന നിങ്ങളെ വേണം പറയാൻ. അശ്വതിക്ക് വേറെ ജോലിയൊന്നുമില്ല. ജീവൻ എന്തിനാ ചൂടാവുന്നത്? എനിക്ക് ചായക്കോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. തെങ്ങിന്റെ കാറ്റുവീഴ്ചയെക്കുറിച്ചും റബ്ബറിന്റെ വിലയെക്കുറിച്ചും ഒക്കെ എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും. എന്നോടെ വേറെ വല്ല പണിയും നോക്കിക്കൊള്ളാൻ പറയും. പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളാ. ഹൗ ദേ കൺട്രോൾ ദ പൊളിറ്റിക്കൽ മെഷീനറി. അവർ പോലീസുകാരെ എങ്ങനെ അമ്മാനമാടുന്നു. പോലീസുകാരെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അയ്യോ, ഞാൻ സാറിനെ കുറിച്ചല്ല പറഞ്ഞത്. സാറ് മാത്രമല്ലല്ലോ, ഇവിടെ വേറെയും പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ. ആ പിന്നെ ജാക്കിയെ ഞാൻ കണ്ടുപിടിച്ചോളാം, വിത്തൗട്ട് യുവർ ഹെൽപ്പ്.